ഏരീസ് പ്ലസ് തിയേറ്ററിൽ വൈകുന്നേരം 6 മണിക്ക് ജയിലർ 2 പ്രോമോ കണ്ടിറങ്ങി വരികയാണ്. അപ്പോൾ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണല്ലോ പുറത്തു വരുന്നത്. ജയിലർ എന്ന സിനിമയെ സംബന്ധിച്ചിടത്തോളം ഓഗസ്റ്റ് 10 തീയതി 2023 ഏറ്റവും കൂടുതൽ രജനി ആരാധകർ കാത്തിരുന്ന ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗം തിയേറ്ററുകളിൽ പ്രൊമോ വീഡിയോയുമായി പുറത്തിറങ്ങുമ്പോൾ ഉണ്ടാവുന്ന അത്രയധികം ആഘോഷവേളയിലാണ് തിയേറ്ററിൽ തന്നെ പ്രൊമോ കാണണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നത്. യൂട്യൂബിൽ റിലീസ് ചെയ്തിരുന്നെങ്കിൽ പോലും തിയേറ്ററിൽ ആ ഒരു പ്രൊമോ എങ്ങനെയായിരിക്കും അറിയുക എന്നുള്ളത്, തിയേറ്റർ ഹൗസ്ഫുൾ ആയിരുന്നു എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കേരളത്തിലാകെ 2 സ്ക്രീനിൽ മാത്രമേ പ്രൊമോ തിയേറ്ററിൽ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാത്തും സൗത്ത് ഇന്ത്യയിൽ പല തിയേറ്ററുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും കേരളത്തിൽ 2 സ്ഥലങ്ങളിൽ മാത്രമേ ഉണ്ടായിരുന്നു. അതിലൊന്ന് തിരുവനന്തപുരം ഏരീസ് പ്ലസ് തിയേറ്റർ ആയിരുന്നു. അങ്ങോട്ട് തന്നെ വെച്ച് പിടിക്കുകയും ചെയ്തു. 4 മിനിറ്റ് നീളു നിൽക്കുന്ന ഈ പ്രൊമോ വീഡിയോ എന്തുമാത്രം ഹൈപ്പാണ് അല്ലെങ്കിൽ ഒരു ഓളമാണ് തിയേറ്ററിൽ സൃഷ്ടിച്ചത് എന്നുള്ളത് ഒരു ചെറിയ പങ്കുവയ്ക്കൽ മാത്രമാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായും ചിത്രത്തിൻ്റെ ആ പ്രൊമോയുടെ CBFC സർട്ടിഫിക്കറ്റ് CBFC കാണിക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ഒരു കരഘോഷത്തിൽ നിന്ന് തുടങ്ങി നെൽസണും അനിരുദ്ധും ചേർന്ന് സാധാരണയായി നെൽസൺ സിനിമകളുടെ പ്രൊമോകൾ പോലെ തന്നെ ആരംഭിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ഇരുവരും തമ്മിലുള്ള ഡയലോഗിന് ശേഷമാണ് രജനീകാന്തിൻ്റെ വരവ്. നമുക്കറിയാം, കൂലി എന്ന ചിത്രത്തിൽ നിലവിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് രജനി. ഇപ്പോൾ ദേവ എന്ന കഥാപാത്രത്തിൽ ലോകേഷ് കനകരാജിൻ്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ചിത്രവും കൂടിയാണ്. LCO അല്ലാതെ സ്റ്റാൻഡ് ലോൺ സിനിമയായിട്ടാണ് കൂലി എന്ന ചിത്രം റിലീസിന് ഒരുങ്ങുന്നത്. അപ്പോൾ ആ ഒരു ഷൂട്ടിങ്ങിനിടയിൽ സാധാരണയായി എല്ലാ താരങ്ങളും ചെയ്യുന്നത് അവരുടെ ഒരൊറ്റ പ്രോജക്റ്റിൽ മാത്രം ഊന്നിക്കൊണ്ടായിരിക്കും പോവുക. കാരണം ആ പ്രോജക്റ്റിന് ഒരു തരത്തിലുമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി തൻ്റെ അടുത്ത കമ്മിറ്റ്മെന്റ്സ് ഒക്കെ തന്നെ ആ സിനിമയുടെ റിലീസിന് ശേഷം മാത്രം പ്രഖ്യാപിക്കുമ്പോൾ ഇവിടെ രജനീകാന്ത് വ്യത്യസ്തനാവുകയാണ്. കൂലി എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുന്ന വേളയിൽ തന്നെയാണ് ജയിലർ 2 അപ്ഡേറ്റ് പുറത്തു വരുന്നത്. അതും തമിഴ്നാട്ടുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവമായ പൊങ്കൽ ദിനത്തിൽ തന്നെ രജനിയുടെ ഒരു അപ്ഡേറ്റ് പുറത്തു വരുന്നത് നിസ്സാര കാര്യവുമല്ല. ഗോവയിലാണ് ചിത്രത്തിൻ്റെ പ്രൊമോ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മുതലുള്ള സംശയങ്ങൾ ഡോക്ടർ എന്ന സിനിമയുമായി NCU നെൽസൺ സിനിമാറ്റിക് യൂണിവേഴ്സുമായി ഒരു കണക്ഷൻ ജയിലർ 2 ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ്. അതൊക്കെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന സംഭവങ്ങളാണ്, നമ്മൾ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. പക്ഷേ കൃത്യമായി പറയുകയാണെങ്കിൽ ജയിലർ എന്ന സിനിമ രജനി ആരാധകരെ സംബന്ധിച്ചിടത്തോളം അത്രയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു ചിത്രം, തിയേറ്ററിൽ അത്രയധികം ആവേശഭരിതമായി മാറ്റിയ ഒരു രജനീകാന്ത് ചിത്രം ജയിലറിന് ശേഷം പിന്നീട് ഉണ്ടായിട്ടില്ല. വേട്ടയ്യനിൽ പോലും അങ്ങനെ ഹ്യൂജ് മൊമെന്റ്സ് ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഇപ്പം ശിവരാജ് കുമാറും മോഹൻലാലും ജാക്കി ഷറഫും തുടങ്ങിയ വമ്പൻ താരനിരയുടെ ക്യാമിയോ റോളുകളെല്ലാം കൂടി തിയേറ്ററുകളിലേക്ക് വന്നപ്പോൾ ഉണ്ടായ ഒരു ഉത്സവ അന്തരീക്ഷം തന്നെയായിരുന്നു ജയിലർ എന്ന സിനിമയിൽ നിന്ന് സൃഷ്ടിക്കാൻ സാധിച്ചത്. ജയിലറിന്റെ രണ്ടാം ഭാഗം വരുമ്പോഴേക്കും ആരൊക്കെ ആയിരിക്കും ക്യാമിയോ തുടങ്ങിയ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഏതായാലും ഷൂട്ട് തുടങ്ങുന്നതേ ഉള്ളൂ. പക്ഷേ ഈ NCU കിടന്ന് കറങ്ങി നടക്കുന്നുണ്ട്. നെൽസൺ സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന പേരിൽ ഡോക്ടർ എന്ന സിനിമ ശിവകാർത്തികേയൻ രജനി ഒരു കൊളാബറേഷൻ ഉണ്ടാകുമോ എന്നൊക്കെ സംശയങ്ങളൊക്കെ തന്നെയാണ് നിലനിൽക്കുന്നത്. പക്ഷേ പ്രൊമോ വീഡിയോ യൂട്യൂബിൽ ട്രെൻഡിങ് ലിസ്റ്റിൽ 1-ാം സ്ഥാനത്ത് തന്നെ എത്തിയിരിക്കുകയാണ്. ഏകദേശം ഒരു ദിവസം കഴിയുമ്പോഴേക്കും തന്നെ 1 കോടിയിലധികം വ്യൂസിലേക്ക് തന്നെ കാര്യങ്ങൾ യൂട്യൂബിൽ മാറുന്നുണ്ട്. യൂട്യൂബിൽ മാത്രമായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു റെക്കോർഡ് നേട്ടത്തിലേക്കും കൂടി ഇത് പോവുകയാണ്. അതിനോടൊപ്പം തന്നെയാണ് ദേവ എന്ന കഥാപാത്രവുമായിട്ട് രജനീകാന്ത് മറ്റൊരു സിനിമയിലും എത്തുന്നത്. അങ്ങനെ മുത്തുവേൽ പാണ്ഡ്യൻ ഫാൻസും ദേവയും തമ്മിലുള്ള ഒരു ക്ലാഷും കൂടി ഈ സിനിമ ഈ ഒരു അപ്ഡേറ്റിലൂടെ തന്നെ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ പ്രൊമോ വന്നതിന് പിന്നാലെ തന്നെ എപ്പോഴും ഈ ജയിലർ എന്ന സിനിമയുടെ റിലീസിന് ശേഷം വന്നിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനൊരു അപ്ഡേറ്റ് ഉണ്ടാവണം, രണ്ടാം ഭാഗത്തിനൊരു അപ്ഡേറ്റ് ഉണ്ടാകണം എന്നാണ്. പലരും അത് രജനിയുടെ പിറന്നാൾ ദിനത്തിൽ പ്രതീക്ഷിച്ചിരുന്നു, അതുണ്ടായില്ല. കൃത്യം അതിന് 1 മാസത്തിന് ശേഷം പൊങ്കൽ ദിനത്തിൽ ഈ ഒരു അപ്ഡേറ്റുമായിട്ട് വരുമ്പോൾ ഷൂട്ട് എന്നായിരിക്കും ആരംഭിക്കുക, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓരോ അപ്ഡേറ്റുകൾ എങ്ങനെയായിരിക്കാം പുറത്തു വരിക തുടങ്ങി നിരവധി കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടി സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ എങ്ങനെയായിരിക്കാം ഒരു രജനി ചിത്രത്തിന് പുതിയൊരു തലങ്ങളിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റാണ് കഴിഞ്ഞ ദിവസം ജയിലർ 2 അപ്ഡേറ്റിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. രജനീകാന്ത് ആരാധകർ ആഘോഷിക്കുകയാണ്, അവർ ആവേശത്തിലും തന്നെയാണ്. അപ്പോൾ എങ്ങനെയായിരിക്കാം പുതിയ ക്യാമിയോ റോളുകൾ ഏതൊക്കെയായിരിക്കാം, പുതിയ തരത്തിൽ എങ്ങനെയായിരിക്കാം കഥ വികസിപ്പിച്ചെടുക്കുക, NCUയിലേക്ക് സിനിമ മാറുന്നുണ്ടോ, ഇതുപോലുള്ള നിരവധി സംശയങ്ങൾ നിൽക്കുകയാണ്. പക്ഷേ തിയേറ്ററിൽ ആ അനിരുദ്ധിൻ്റെ BGM കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹൈ ഉണ്ട്. ആ BGM മാത്രമായിട്ട് വിഷ്വൽസ് ഒന്നുമില്ലാതെ ആ BGM കേട്ടാൽ പോലും ഉണ്ടാകുന്ന ടിക്കറ്റിന് വേർത്താണെന്ന് പറയുന്നത് പോലെ തന്നെ നെൽസന്റെയും അനിരുദ്ധിൻ്റെയും കരിയർ ബെസ്റ്റ് ആയിട്ടുള്ള ജയിലറിൻ്റെ രണ്ടാം ഭാഗം എത്തുമ്പോൾ ആ പ്രതീക്ഷയ്ക്ക് മേൽ ഇരുവർക്കും പറന്നുയരാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം.